ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മളിപ്പോൾ തൊണ്ടയാട് മുതൽക്ക് രാമനാട്ടുകര വരെയുള്ള ആറുവരിപ്പാതയുടെ ഇടയിലുള്ള ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് മെട്രോ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ ആറുവരിപ്പാതയുടെ ഒരു പ്രത്യേകത നമ്മളെ കേരളീയരുടെ ഒരു സ്വപ്ന പദ്ധതി എന്ന് വേണമെങ്കിൽ, സ്വപ്ന സാക്ഷാത്കാരം എന്ന് വേണമെങ്കിൽ പറയാം. സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അവസാന ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം, ഏതാനും ആഴ്ചകൾക്കകം ഇത് കമ്മീഷൻ ചെയ്യാൻ പോവാണ്, ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതുവരെ സാധാരണക്കാർ പലരും സാധാരണ റോഡുകളായിരിക്കാം, ഒന്നുകിൽ നാഷണൽ ഹൈവേ മാത്രമേ നമ്മളിവിടെ ഉപയോഗിച്ച് ശീലിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ റോഡ് തികച്ചും വ്യത്യസ്തമായ ഒരു ട്രാഫിക് നിയന്ത്രണം പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റോഡ് തന്നെയാണ്. കാരണം ഇതിന് ഈ റോഡിലേക്ക് കയറാൻ പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ റോഡിൽ നിന്ന് എക്സിറ്റ് ആവാനും പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ നിന്നും മാത്രമേ ഈ റോഡിലേക്ക് കയറാനോ ഈ റോഡിൽ നിന്ന് പുറത്തേക്ക് പോകാനോ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഇതില് ഇപ്പോ തുടക്കത്തില് ബൈക്ക്, ഓട്ടോറിക്ഷ എല്ലാം അലൗഡ് ആണെങ്കിൽ പോലും വല്ലാതെ വൈകാതെ തന്നെ ഓട്ടോറിക്ഷയ്ക്കും ബൈക്കിനും ഇതിനകത്ത് എൻട്രൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പോ മിനിമം 4 ചക്ര വാഹനങ്ങൾ ഇതിൽ പോകുമ്പോൾ ഏറ്റവും മിനിമം 100 km/സ്പീഡിലായിരിക്കും ഇത് പോവുക. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ആംഗിള് ഇവിടെ ശരിക്കും ഹൈവേയിലേക്ക് കയറുന്ന ഒരു എൻട്രൻസ് ആണിത്. ഈ എൻട്രൻസ് നിന്ന് ഒരിക്കലും യു ടേൺ തിരിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് എക്സിറ്റ് ആവാൻ ഒരിക്കലും പാടില്ല. ഇതിനകത്തേക്ക് കയറാനുള്ള പാത്ത് മാത്രമാണ്. ഇത്തരം വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യങ്ങളാണെങ്കിൽ പോലും ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇതിന്റെ അപകടത്തിന്റെ സാധ്യത ഭയങ്കര ഭീകരമായിരിക്കും. കാരണം ഒരാളുടെ അശ്രദ്ധ അത് മറ്റു പലരുടെയും ജീവിതത്തിലേക്ക് അപകടത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു സംഭവമായി മാറും. അതുകൊണ്ട് ഈ റോഡ് ഉപയോഗിക്കുമ്പോൾ എന്ന് മാത്രമല്ല, നമ്മൾ വാഹനം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ആ വാഹനത്തിന്റെ ഡ്രൈവർ തീർച്ചയായിട്ടും അയാളെ ആശ്രയിച്ചിട്ടാണ് അതിനകത്തിരിക്കുന്നവരുടെ ജീവൻ എന്ന ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ട് തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യേണ്ടതാണ്. നിത്യേന ഇപ്പോ കേരളത്തില് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ആക്സിഡന്റൽ മൂലമാണ്. ഈ ആക്സിഡന്റിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്ന് അവബോധം, ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ടുള്ള അവബോധമില്ല എന്നാണ്. കാരണം ഇതൊരു യുവതലമുറകളുടെ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ, നമ്മൾ കുറച്ചുകൂടി നന്നാക്കി പറയുകയാണെങ്കിൽ ഈ ന്യൂ ജനറേഷൻ വണ്ടിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു പ്രത്യേക അനുഭൂതി കിട്ടിയ മാതിരിയാണ്. ഇത് നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാധനമായിട്ട് മാത്രമല്ല കാണുന്നത്. ഇതൊരു അവനവന്റെ കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് ബൈക്ക് അല്ലെങ്കിൽ മറ്റുള്ള കാറുകൾ എന്നൊരു തോന്നലാണ് യുവതലമുറയുടെ ഇടയിൽ മിക്കവാറും കണ്ടുവരുന്നത്. അവര് കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ മൂലം വളരെ പാവപ്പെട്ട സാധാരണക്കാരൻ ജനങ്ങൾ പോലും ഇതിനകത്ത് ബലിയാടാവുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പത്രത്തിലും ന്യൂസിലും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് കൂടുതൽ അതിനെക്കുറിച്ച് വർണ്ണിച്ച് പറയുന്നതല്ല. എന്തായാലും ഡ്രൈവിങ് അതൊരു കലയാണ്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, പ്രത്യേകിച്ച് നമ്മളുടെ ആറുവരിപ്പാത മിനിമം ഒരു വണ്ടി 100 km സ്പീഡിലാണ് ഇതിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു കരിനിഴൽ വീഴ്ത്താൻ ഇടവരരുതേ എന്ന് നമ്മൾ ഓരോരുത്തരും ദൃഢപ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങളെല്ലാവരും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓക്കെ, ബൈ, നമസ്കാരം.